വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ വോളിയം പ്രൊഫൈലിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലേ? ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നും 1 ബില്യൺ നമ്മൾക്ക് പെട്ടെന്ന് വാങ്ങണം. നമ്മളൊരു ബിഗ് ബോയ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 ബില്യൺ വാങ്ങണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഒറ്റയടിക്ക് 1 ബില്യൺ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഷാർപ്പ് അപ്സൈഡ് മൂവ് ആയിരിക്കും, ഇതുപോലെ, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു വേർഡ്സ് പ്രൈസിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലേ? ഏറ്റവും മോശമായിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് മൾട്ടിപ്പിൾ ലെവൽസിൽ, ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസ്, നമ്മുടെ പ്രൈസ് മുകളിലേക്ക് കയറുന്തോറും നമ്മൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 1 ബില്യൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വളരെ വളരെ കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിനെ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങുന്നത്. നമ്മളെപ്പോഴും ഒരു റീറ്റെയിൽ ആറ്റിറ്റ്യൂഡിൽ അല്ല നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണേണ്ടത്. ബിഗ് ബോയുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മളെ ഈ വോളിയം പ്രൊഫൈൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇലമെൻറ്റ്സ് ഓഫ് വോളിയം പ്രൊഫൈൽ, അല്ലേ? വോളിയം പ്രൊഫൈൽ നമ്മൾ ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഇലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്കിവിടെ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ലൈൻ കിട്ടുന്നുണ്ട്, അല്ലേ? അതായത് ഏറ്റവും കൂടുതൽ വോളിയം ആ പർട്ടിക്കുലർ ഗിവൺ ടൈമിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വാലീസ് എന്ന് പറയുന്നത്, അതായത് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ലോ വോളിയം നോട്ട്സ് ഉണ്ട്, അല്ലേ? LVN എന്ന് പറയും. അപ്പം ലോ വോളിയം നോട്ട്സ് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഏറ്റവും കുറവ് വോളിയം നോട്ട്സ് എവിടെയാണ് വന്നാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പീക്കിൽ ഹൈ വോളിയം നോട്ട്സും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ വാല്യൂ ഏരിയ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ഏരിയ എന്ന് പറയുന്നത് ഈ വാല്യൂ ഏരിയക്കകത്തുള്ള പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർ പ്രൈസ് ലെവലാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇതിന് മുകളിലോട്ട് പ്രൈസ് പോകുമ്പോൾ ഒരു അൺഫെയർ പ്രൈസിലേക്കാണ് പോകുന്നത്. ഇതിന് താഴോട്ട് പ്രൈസ് വരുമ്പോഴും ഒരു അൺഫെയർ പ്രൈസിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ അൺഫെയർ പ്രൈസ് എന്ന് പറയുന്നത്? പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് ട്രേഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രൈസ് മുകളിലിട്ട് ട്രേഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ, അല്ലേ, ഇവിടെ മാർക്കറ്റ് വെരി വെരി കംഫർട്ടബിൾ ആയിരുന്നു, അല്ലേ? ഈ കംഫർട്ടബിൾ ആയിരുന്ന പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നാച്ചുറലി ഇവിടെ ട്രേഡ് ചെയ്തിരിക്കുന്നവരെല്ലാവരും ദേ ആർ ഇൻ ട്രബിൾ. അതുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് പ്രൈസ് ട്രേഡ് ചെയ്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് താഴേക്ക് പ്രൈസ് ട്രേഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് അതിനെ ഒരു അൺഫെയർ പ്രൈസ് ഏരിയ എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ നോക്കുമ്പോൾ ഇലമെൻറ്റ്സ് ഓഫ് ബിഗ്ഗർ സാമ്പിൾ സൈസ്, അല്ലേ, എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ബിഗ്ഗർ സാമ്പിൾ സൈസ് എപ്പോഴാണോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ ബിഗ്ഗർ സൈസ് ഓഫ് സാമ്പിൾ സൈസ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ നമ്മൾ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് POC ലൈൻ ഇവിടെ നമുക്ക് ഇത് വരുമ്പോഴത്തേനും അൺഫെയർ പ്രൈസിലേക്ക് പ്രൈസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന പ്രൈസിൻ്റെ അതിലേക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്, ഗോസിയൻ കേർവ് പറയുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നതാണ് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നോർമലി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സ്കൂളിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു, അല്ലേ? ആ കുട്ടികൾ എല്ലാവരും ഡിഫറെൻറ്റ് 1 മുതൽ 15 വയസ്സ് വരെയും പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ഹൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 150, 160, 170, 190 ഇങ്ങനെ ഉള്ള ഡിഫറെൻറ്റ് ലെവൽസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഹൈറ്റിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കയറി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അപ്പം എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും, ലൈഫിലുള്ള എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ കെയർവ് വെച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രൈസ് അതിൻ്റെ ഒരു പീക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സംഭവത്തിന് തിരിച്ച് ആ ഒരു നോർമൽസിയിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. സോ നമ്മൾ ഒരു വോളിയം പ്രൊഫൈലിൽ നമ്മൾ നോക്കുമ്പോൾ, റൈറ്റ്, വോളിയം പ്രൊഫൈലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ എന്ന് നമ്മളിവിടെ പറയുന്നു. അപ്പോൾ അതിനുശേഷം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, റൈറ്റ്, ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്, അല്ലേ? ഫെയർ വാല്യൂ ഏരിയ നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്. ഇതാണ് ഫെയർ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെയർ വാല്യൂ ഏരിയയ്ക്ക് മുകളിലുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അൺഫെയർ പ്രൈസ് ലെവൽസ് ആണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുതിയ ടേമാണ് ഡെൽറ്റ എന്ന് പറയും.
അപ്പോൾ എന്താണ് ആക്ച്വലി ഡെൽറ്റ എന്ന് പറയുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടെർമിനോളജിയിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പല ടേംസിലും നമുക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ സ്ട്രോങ് ഹാൻഡ് അറ്റ് എ സർട്ടൺ പ്രൈസ് ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് ഈ സ്ട്രോങ് ഹാൻഡിൻ്റെ ഇതിനകത്ത് ബിഗ് ബോയ് ആരാണോ അവരുടെ കൈകൾ എവിടെയാണ്, പ്രൈസ് ലെവലിൽ അവരുടെ കൈകൾ എവിടെയാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് കോൾഡ് എസ് ഡെൽറ്റ. സോ നമ്മൾ എപ്പോഴാണെങ്കിലും ഡെൽറ്റ എന്ന വേർഡ് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്ട്രോങ് ഹാൻഡ് അറ്റ് എ സർട്ടൺ പ്രൈസ് ലെവൽ എന്ന് മാത്രം ഓർക്കുക. സോ നമ്മളൊരു വാർ പോലെ തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കുക. ഓക്കെ, അഗ്രസീവ് ബയേഴ്സും അഗ്രസീവ് സെല്ലേഴ്സും തമ്മിലുള്ളൊരു വാറാണെന്ന് കൂട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ആണ് ദ മൂവ്മെൻറ്റ് ഹാപ്പൻസ് എന്ന് പറയുന്നത് അല്ലേ? എയ്തർ ബയേഴ്സ് വിൽ ബി ത്രോൺ ഔട്ട് ഓർ എയ്തർ സെല്ലേഴ്സ് വിൽ ബി ത്രോൺ ഔട്ട്. അപ്പോൾ വൺ പാർട്ടി ഈ വാറിൽ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? ദ മൂവ്മെൻറ്റ് ഹാപ്പൻസ്, റൈറ്റ്? മൂവ്മെൻറ്റ് ഹാപ്പൻസ്, അങ്ങനെയാണ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചാർട്ടിനകത്ത് അല്ലേ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഇത് വാല്യൂ ഏരിയ ആണ് അല്ലേ? ഇത് വാല്യൂ ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ ഏരിയയ്ക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം ലെവലിൽ നിന്നും പ്രൈസ് എന്താണ്? ഇഫ് അൺഫെയർ പ്രൈസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു കം ബാക്ക് അല്ലേ? ഇതാണ് നമ്മുടെ ഗോസിയൻ കർവ് പറയുന്ന തിയറി എന്ന് പറയുന്നത്, റൈറ്റ്? തിയറി അല്ല, ആക്ച്വലി അത് ഒരു ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണത് അല്ലേ? എല്ലാ സമയത്തും പീക്കിൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ പീക്ക് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകത്തില്ലല്ലോ, മനസ്സിലായി? അപ്പോൾ അതിനെല്ലാത്തിനും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ? അതാണ് ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചാർട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് വിൽ റിട്ടേൺ ടു ദ സെൻറ്റർ പോയിന്റ് അല്ലേ? ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. വോളിയം പ്രൊഫൈലിൽ നമ്മൾ എക്സ്ട്രീം ഡീറ്റെയിലേക്ക് നമുക്ക് പതുക്കെ ചൂട് വെച്ച് കയറാം. എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്? റൈറ്റ്, വോളിയം പ്രൊഫൈൽ നമ്മളിവിടെ ഡ്രോ ചെയ്തപ്പോൾ മോസ്റ്റ് നമ്പർ ഓഫ് വോളിയംസ് ഇവിടെയായിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് പറ്റി? മുകളിലേക്ക് പോയി, റൈറ്റ്? അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ പ്രൈസ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു, റൈറ്റ്? ഇങ്ങനെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പം മോസ്റ്റ് നമ്പർ ഓഫ് വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഏരിയയിലായിരുന്നു. സെക്കൻഡ് ഡേ ഇത് ഈ ഒരു ലൈൻ സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തു, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇവിടെ കുറേ നേരം ട്രേഡ് ചെയ്ത് ഇവിടെ വന്ന് ലിക്വിഡേറ്റ് ചെയ്ത് അതിനുശേഷം പ്രൈസ് ഇവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. സോ നമ്മൾ POC ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മളുടെ മോസ്റ്റ് ട്രേഡ് വോളിയം എവിടെയായിരിക്കും? ഇതായിരിക്കും POC. നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് നോക്കുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, റൈറ്റ്? അതാണല്ലോ. അപ്പം ഇതിനെ വോളിയത്തിൻ്റെ അനലൈസിസിൽ വെച്ച് മാത്രം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണോ അതോ ഒരു ട്രെൻഡിങ് ഫേസ് മാർക്കറ്റാണോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം എന്താണ് ഇവിടെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വോളിയത്തിൻ്റെ പ്രൊഫൈലിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ POC ലൈനിൽ ഇവിടെയാണ്. നെക്സ്റ്റ് ഡേയിൽ ഇവിടെ അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് വോളിയം ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന് മുകളിലാണ്. ദിസ് മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ഇൻ എ ട്രെൻഡിങ് ഫേസ്. എന്തുകൊണ്ടാണ് അതൊരു ട്രെൻഡിങ് ഫേസ് ആകുന്നത് എന്ന് പറയുന്നത്? ഇതൊരു ന്യൂട്രൽ ഫേസിലല്ല മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ നാവിഗേഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു ന്യൂട്രൽ ഫേസിലല്ല ബേസ്ഡ് ഓൺ വോളിയം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്നത്? ബിക്കോസ് മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് പ്രൈസസ് ഹിയർ അല്ലേ? ഇവിടെ 10 രൂപ ആയിരുന്നു എന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ. ഇവിടെ 10 രൂപ ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 10 രൂപയ്ക്ക് ഇവിടെ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് ആ 10 രൂപ ഈസ് അക്സെപ്റ്റഡ് അല്ലേ? അക്സെപ്റ്റഡ്. പ്രൈസ് അതിന് മുകളിലോട്ട് കയറി വീണ്ടും പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഹ്യൂജ്ലി വോളിയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇവിടെ 20 റുപ്പീസിലാണെങ്കിലും ഇവിടെ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ് എന്ന് പറയുന്നത്, റൈറ്റ്? ട്രെൻഡിങ് ഫേസ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ മാർക്കറ്റ്. ട്രെൻഡ് ഫേസിലാണ് മാർക്കറ്റിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഹെവി വോളിയം ഈസ് കമ്മിങ് ഇൻ, മനസ്സിലായോ? ഹെവി വോളിയം ഈസ് കമ്മിങ് ഇൻ. ഹെവി വോളിയം മാത്രം വരുന്നത് മാത്രമേ ഉള്ളൂ, അല്ല. ഹെവി വോളിയം മാത്രം വരുന്നതല്ല ഇതിനകത്തെ കാര്യം. ഹെവി വോളിയം വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ലെവൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൈസ് ലെവലിന് മുകളിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ എ ട്രെൻഡിങ് ഫേസ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രെൻഡിങ് ഫേസ് ആണെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രകാരം എന്താണ് സംഭവിക്കുന്നത്? ദിസ് വാസ് ദ ഇക്വിലിബ്രിയം ലെവൽ അല്ലേ? ആ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുമ്പോഴത്തേനും ഈ ഇക്വിലിബ്രിയം ലെവലിൽ സപ്പോസ് നമുക്ക് ബൈയിങ് സൈഡിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ
എന്താണ് സംഭവിക്കേണ്ടത്? മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡിങ് ഫേസിൽ നിന്നും എന്ത് ചെയ്യണം? പ്രൈസ് താഴെ വന്ന് ലിക്വിഡേറ്റ് ചെയ്യണം, റൈറ്റ്? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇങ്ങനെ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കണം? ഈ വന്നിരിക്കുന്ന ഇതുണ്ടല്ലോ, വാല്യൂ ഏരിയ ലോ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ ആ POC ലൈൻ എന്ന് മാത്രം കൂട്ടിയാൽ വാല്യൂ ഏരിയ ലോ കൂട്ടണ്ട. അപ്പോൾ POC ലൈന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അക്യുമുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ വോളിയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് താഴെ ആയിരിക്കരുത്. അതിന് താഴെ ആയിരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ് എന്നായിപ്പോയി. നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്? മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്, റൈറ്റ്? മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഇഫ് മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ പ്രൈസ് അറ്റ് എ ഹയർ ലെവലിലാണ് അക്യുമുലേഷൻ നടന്നിരിക്കുന്നത്. അപ്പം ബിഗ് ബോയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നോ നോ നോ, ഐ വാണ്ട് ടു ലോവർ മൈ പ്രൈസസ്, റൈറ്റ്? അപ്പം they want to lower the prices, so they will reduce the price. So when reducing the price, എന്താ സംഭവിക്കണം? പ്രീവിയസ്ലി വന്നിരിക്കുന്ന POC ലൈൻ്റെ ബോട്ടം ഒരിക്കലും അക്യുമുലേഷൻ നടക്കാൻ പാടില്ല. അങ്ങനെ അക്യുമുലേഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്. സെനറിയോ മാറി അന്നേരം, മനസ്സിലായോ? അപ്പം ഇവിടെ വരുമ്പോൾ ഈ POC ലൈനിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ട്? ഇങ്ങനെ റിവേഴ്സൽ വന്നു കഴിയുമ്പോഴത്തേനും ഇറ്റ് ഈസ് കമ്മിങ് ഫോർ എ ലിക്വിഡേഷനിലേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ വന്ന് ലിക്വിഡേഷൻ വന്നതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുന്നത് ഇവിടുത്തെ വോളിയം പ്രൊഫൈലിൽ നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് ഇതിൻ്റെ അക്യുമുലേഷൻ നടന്നിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു POC ലൈനിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൺ എ ഹയർ ലെവലിലാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഈ ഒരു സ്വീപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ മാർക്കറ്റിൻ്റെ നാവിഗേഷൻ എന്ന് പറയുന്നത് ഫ്രം ദെയർ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗോയിങ് അപ്പ്, റൈറ്റ്? എന്തിനാണ്? ഇതിന് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്, അത് കളക്ട് ചെയ്യപ്പെടും. സോ ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുമ്പോൾ വീണ്ടും എന്താണ് സംഭവിച്ചിട്ടിരിക്കുന്നത്? മാർക്കറ്റ് പ്രൊഫൈലിങ്ങിൽ എന്താണ് പ്രൈസ്? സോ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എന്താണ്? ഇവിടെ വന്നിട്ട് വീണ്ടും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എഗെയിൻ വി ആർ ഓൺ എ ട്രെൻഡിങ് ഫേസ്. ഇതാണ് ഇതിൻ്റെ ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, വോളിയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ നോക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഒരു POC ലൈൻ ഉണ്ട്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് ഡേ യു സി അനദർ POC ലൈൻ, റൈറ്റ്? ഇറ്റ്സ് ഓൺ എ വോളിയത്തിൻ്റെ പ്രൊഫൈലിങ്ങിൽ ഇറ്റ്സ് ഓൺ എ ട്രെൻഡിങ് ഫേസ്, റൈറ്റ്? നൗ ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ, മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കേണ്ടത്? മാർക്കറ്റിൽ നോക്കുമ്പോൾ പ്രൈസ് വിൽ ഹാവ് ടു റിട്ടേൺ ടു ദ ഇക്വിലിബ്രിയം, റൈറ്റ്? ഇവിടെ ഇത് പ്രീവിയസ്ലി വന്നിരിക്കുന്ന റിട്ടേൺ ടു ദ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി റിട്ടേണിംഗ് ടു ദ ഇക്വിലിബ്രിയം, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കിൽ യു. അങ്ങനത്തെ മൂവ്മെൻ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത്, ബിക്കോസ് അത് എക്സ്ട്രീം ഡിസ്കൗണ്ടിങ്ങിലേക്കാണ് വരുന്നത്. അപ്പോൾ റിട്ടേൺ ടു ദ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേനും എക്സാക്ട്ലി ഇവിടെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കിവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു POC ലൈൻ ഫോർമേഷൻ എങ്കിൽ ദാറ്റ് മീൻസ് അഗെയിൻ വി ആർ ഇൻ ദ ട്രെൻഡിങ് ഫേസ്. ബിക്കോസ് ഈ ഒരു സ്വീപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, റൈറ്റ്? അപ്പോൾ അവിടുത്തെ സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്മോളർ ടൈം ഫ്രെയിമിനകത്തെ വാല്യൂ അഡീഷൻ, അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ലെക്ചറിലേക്ക് വരുമ്പോഴത്തേനും പറയാം എങ്ങനെ എൻട്രിയിലേക്കൊക്കെ കയറും എന്നുള്ളതിനെ പറ്റി പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ് ഫേസ് എങ്ങനെയാണ് വോളിയം ബേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ട്രെൻഡിങ് ഫേസ് ക്രിയേറ്റ് ചെയ്യുക. സപ്പോസ് ഈ POC ലൈന് പകരം, റൈറ്റ്, ഈ ഇവിടെ വന്നിരിക്കുന്ന POC ലൈന് പ്രകാരം വെൻ മാർക്കറ്റ് ഈസ് ലിക്വിഡേറ്റിംഗ് അഗെയിൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് വീണ്ടും ആ ഒരു വോളിയം പ്രൊഫൈൽ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്. അപ്പോൾ അങ്ങനെ ലോവർ പ്രൈസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും മാർക്കറ്റ് ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ്, ഇവിടുത്തെ ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വന്നിട്ട് മിറ്റിഗേഷന് വേണ്ടിയിട്ട് വീണ്ടും ചാൻസസ് വളരെ വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി പഠിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു, റൈറ്റ്? പിന്നെ നമ്മൾ POC എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? ലോങ്സ്റ്റ് പീരിയഡ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ വോളിയം. ആൻഡ് VPOC എന്താണെന്ന് വിചാരിച്ചു, വോളിയം മോസ്റ്റ് ട്രേഡഡ് വോളിയം ആണ് പ്രൈസ് ലെവൽ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ വോളിയത്തിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഇത് നമ്മൾ നാച്ചുറലി നമ്മൾ നോക്കുമ്പോൾ അതൊരു ട്രെൻഡിങ് ഫേസിലാണോ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് ലിക്വിഡേഷന് വേണ്ടിയിട്ട് പ്രൈസ് താഴേക്ക് വന്നതിന് ശേഷമാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? ദീസ് ആർ ദ ബേസിക്സ്.
ഇനി നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത ആഴ്ചത്തെ ലെക്ചറിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പതുക്കെ പഠിച്ചു പോകാം. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതൊരു ഫ്ലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ എൻട്രി ഫോർമേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ആ ഒരു ഫ്ലോയുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കിട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ പതുക്കെ മനസ്സിലാക്കി എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.